ഹലോ ഗൈസ്, ഇന്ന് വലിയൊരു വിഷമം ഉണ്ടാക്കി എനിക്ക്. ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. രാത്രി ഇപ്പോൾ 12 മണി ആവാനായി, 11:53 പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ എൻ്റെ ഫാമിലീൻ്റെ ഒപ്പം എന്നും നല്ല സന്തോഷത്തിലാണ് കിടന്നുറങ്ങുക. ഇനി എന്തെങ്കിലും ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര സങ്കടത്തിലാണ്, നല്ല സങ്കടം. എൻ്റെ ഐശുവിൻ്റെ ഒപ്പം. ഐശു എന്താണ് കാണിച്ചത് കാരണക്കാരി ആരാന്നുള്ളത്? ആള് തെറ്റി ഉറങ്ങി. ഇതുവരെ അങ്ങനെ പിണങ്ങി ഉറങ്ങിയിട്ടില്ല അല്ല ഐശോ? തെറ്റിയാൽ പെട്ടെന്ന് വന്നാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊക്കെ തന്നേ ആള് ഹാപ്പി ആയിട്ടാണ്. പക്ഷെ എന്താ തെറ്റൊരു അപാരതത്തിലായി. പക്ഷെ എന്തിനാ തെറ്റിയെന്ന് മനസ്സിലാക്കി. സത്യം പറയുകയാണെങ്കിൽ നമ്മള് യൂട്യൂബിൽ വെറുതെ ഒരു കണ്ടന്റ് ആയി എന്നുള്ളതിൽ എടുത്തോന്നല്ല കേട്ടോ. കാരണം ഈ ഒരു വിഷമം അതെ, അതാണ് അതിന്റെ സത്യം. അതായത് ഞങ്ങൾക്കും തോന്നി കുറച്ച് കഴിയുമ്പോലേ നമ്മുടെ അമ്രിക്കുട്ടി, അതായത് നമ്മുടെ അമ്രിക്കുട്ടിക്ക് എങ്ങനെയാന്ന് വെച്ചാല്, അമ്രി എന്ന് പറഞ്ഞാൽ അമ്രിന്റെ പേര് തന്നെയാണ് ഈ യൂട്യൂബ് ചാനലല്ലേ, ഐമാസ് ഫാമിലി. അവളെ മുഴുവൻ പേര് ഐമ അമ്രി എന്നാണ്. അപ്പൊ അവളെ പേരിലാണ് ഒരു ഐമാസ് ഫാമിലി. അപ്പോൾ അമ്രി മോളെ സാധാരണ നമ്മളോട് രാത്രി പണങ്ങുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഇന്നോടാണ് പണിയാണെങ്കിൽ ഇവളോട് പിച്ചിന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മളോട് സംസാരിച്ച് നല്ല രീതിയിലാണ് ഉറങ്ങിയല്ലേ. ഇപ്പൊ ഐശുവിനോടാണെന്നുണ്ടെങ്കിൽ അതേപോലെ തിരിച്ചും പിന്നെ നല്ല സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഹഗ്ഗൊക്കെ ചെയ്ത് നല്ലൊരു ഉമ്മൊക്കെ തന്നിട്ടൊക്കെ ഉറങ്ങാം. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, ഇന്ന് ഇന്നെ വേണ്ട, ഒന്നിനും വേണ്ട. എനിക്ക് ഭയങ്കര വിഷമമായി പോയി, സത്യം നല്ല വിഷമമായി. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെ വീട്ടിലൊക്കെ ചെറിയ മക്കള് നിങ്ങൾക്ക് കമന്റ് ചെയ്യും. സ്വന്തം കുട്ടികളെ ചെറിയ പ്രായത്തിൽ നല്ല രസമല്ലേ, വലുതായി വരുമ്പോ അവരെ ക്യാരക്ടർ ഇങ്ങനെ കുറയുന്ന പോലെ. പക്ഷെ ഇന്നത്തെ എനിക്ക് തോന്നുന്നത് എന്താ ചോദിച്ചോ, അതൊന്നുമില്ല, കുറച്ച് ഉപദേശിക്കാൻ നോക്കിയേനെ, അതുകൊണ്ടാണ് പാളി പോയത്. അതങ്ങനെയല്ല കേസ്. ഉപദേശം എന്ന് പറഞ്ഞാല് ഞാൻ അതിനോട് പറഞ്ഞു, അമ്മിക്കുട്ടി വന്നിട്ട് സ്കൂളിട്ട് വന്നിട്ട് കുറച്ചു നേരം കളിക്കട്ടോ, എന്നിട്ട് പിന്നെ അമ്മച്ചി പറഞ്ഞ് കേൾക്കാൻ കേട്ടോ. ഇന്ന് സ്കൂളത്തത് ഇവള് ആളെ കിട്ടിയിട്ടേ ഇല്ല നോക്കാന്. ഇന്ന് സ്കൂളത്തെ പറഞ്ഞു കൊടുക്കാന് ചെറിയ മക്കളല്ലേ, അപ്പൊ അവരെ കെട്ടിട്ടാണ്ട് അങ്ങനെ പഠിപ്പിച്ചു. ചെറിയ മക്കളല്ലേ, LKG എത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പിടിച്ച് പഠിപ്പിക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അവൾക്കെന്തോ അവളോട് ബുക്കത്തെ എന്തോ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പം വെറും മെയിൻറ്റ് ചെയ്യണേ ഇല്ല, ആള് തീരെ മെയിൻറ്റ് ചെയ്യില്ല. അപ്പോൾ സംഭവം നല്ല രസമാണ് ഒക്കെ കാണാൻ. ഞാൻ പറഞ്ഞു, അമ്രിക്കുട്ടി എല്ലാം പഠിക്കണം കേട്ടോ, അമ്രിക്കുട്ടിക്ക് ഡോക്ടർ ആവണ്ടേ, അമ്രിക്കുട്ടിക്ക് പൈലറ്റ് ആവണ്ടേ, അല്ലെങ്കിൽ അമ്രിക്കുട്ടിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവണ്ടേ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ അല്ലേശോ. അപ്പോൾ ഇതിപ്പോൾ എന്നെക്കാളേറെ സങ്കടം ചെയ്യാണല്ലോ, എനിക്കാണല്ലോ മുഖത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ചിരിച്ച് വീഡിയോ എടുക്കണ നോക്കണം കേട്ടോ. സംഭവം അങ്ങനെ കിടന്നിട്ട് എനിക്ക് രണ്ടാൾക്കും നല്ല വിഷമമുണ്ട്. ഇല്ല, ഞാൻ ഫ്രഷ് ആകാൻ പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് അതിനെ സംസാരിച്ചാൽ മിങ്കിളാക്കാൻ നോക്കി പോയി കിടന്നപ്പോൾ പെട്ടെന്ന് ഉറങ്ങി. ഒന്നാമത് ചിലപ്പോൾ നല്ല ഉറക്കം വന്നിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അതാണ് കാരണം സാധാരണ നമ്മളോട് ഇണങ്ങുന്ന ടൈമിന് നല്ല ആക്റ്റീവായിട്ടാണ് കിടന്നുറങ്ങല്. ഇന്ന് പക്ഷേ ഓക്ക് നല്ല ഉറക്കമുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ പാടായിട്ടാണ് തോന്നുന്നത്. അതാ തോന്നുന്നുണ്ട്. സംഭവം ഉപദേശിച്ച് അങ്ങനെ ആവാനൊന്നും ആയിട്ടില്ല. ആകെ 5 വയസ്സാവുന്നുള്ളൂ. എൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ പ്രശ്നം എൻ്റെ അടുത്തുണ്ട്. എന്നാലും നമുക്ക് നമ്മൾ ഈ അമ്രിക്കുട്ടിന്റെ പ്രത്യേകത എന്താ അറിയോ, സാധാരണ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറ്റിയില്ല, പെട്ടെന്ന് എന്നെ അവോയ്ഡ് ചെയ്ത് പോയി. ആള് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അതെനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കി. എന്തായാലും റെഡിയാവും. രാവിലെ തന്നെ നിൽക്കുമ്പോൾ കെട്ടിപ്പിടിച്ചൊരുമ്മൊക്കെ തന്നെ നീത്തി ഒന്ന് ഫ്രഷായി നാളെ സ്കൂൾക്ക് പോകും. ഏതായാലും ഗൈസ്, നാളെ രാവിലെ എങ്ങനെയുണ്ട് സ്കൂൾക്ക് പോകുമ്പോൾ, ഞാനായിട്ട് മിങ്കിളായിട്ടുണ്ടോ അതോ ഞാനായിട്ട് തെറ്റിയിട്ട് തന്നെയാണോ എന്നുള്ളത് രാവിലെ ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ. ഓക്കെ, രാവിലെ സ്കൂൾക്ക് പോകുന്ന ടൈമിന് ആള് ഭയങ്കര തിരക്കൂട്ടലാണ്. അപ്പോൾ രാവിലെ നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നത് രാവിലെ കാണാം ഗൈസ്. ഓക്കെ, ഹലോ ഗൈസ്. അങ്ങനെ ഐശു അമ്രിക്കുട്ടിക്ക് ഷോക്സ് ഇട്ട് കൊടുക്കുക അല്ലേ? സംസാരിക്കേ. അപ്പൊ ഇന്നലെ അമ്രിക്കുട്ടി പച്ചിനോട് തെറ്റി കിടന്നില്ലേ? ഇപ്പൊ മുന്തിയോ? ഇപ്പൊ പച്ചിനോട് ദേഷ്യണ്ടാ? ഉമ്മച്ചിനോടോ ഹാപ്പി അല്ലേ? അപ്പൊ അമ്രിക്കുട്ടി ഉഷാറാണ്. അപ്പൊ ആള് നല്ല ഹാപ്പിയാണ്, നല്ല കുട്ടിയായി നീറ്റ്. നല്ല ഉറക്ക് വന്നിട്ട് കഴിഞ്ഞല്ലേ? അപ്പം ഇപ്പൊ നീറ്റ് നല്ല കുട്ടിയായി, ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയി. ഇതാ കണ്ടില്ലേ, സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂൾക്ക് പോവാണ്. നല്ല കുട്ടിയാണ്. ഓക്കെ, എങ്ങനെ എന്താ പറഞ്ഞേ? ഓ ചൂടാണ്ട്. എന്നാ ഷൂട്ട് ഒക്കെ കുട്ടിക്ക്. അപ്പൊ നമ്മള് സ്കൂൾക്ക് പോവാ അല്ലേ? ഓക്കെ, ഗുഡ് ഗേൾ ആട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഉമ്മ.